ഹലോ, ഇന്ന് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഷഫിൾ ദ കാർഡ്സ്. നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു, പ്രസൻറ്റ് എന്താണ്, ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, സ്പിരിറ്റ് ഗൈഡ്സിന് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നീ കാര്യങ്ങളാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള കാർഡ്സ്. നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കിവിടെ കാണാൻ കഴിയുന്നത്, നിങ്ങൾക്ക് ഒരു 3 മാസത്തിന് മുൻപ്, ഒരു 3-4 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തോ ഒരു പുതിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു അഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യമായിരിക്കാം. എന്തോ ഒരു പുതിയ ഇൻട്രസ്റ്റ്, അതുവരെ ഇല്ലാതിരുന്ന ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾ കുറേ എഫേർട്ട് എടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. എന്ത് വില കൊടുത്തും ഞാനിത് നേടും എന്നുള്ള ഒരു സ്പിരിറ്റായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങൾ ഹാപ്പിയാണ്, പക്ഷേ നിങ്ങൾ ആ പറയുന്ന കാര്യം നേടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്കത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ട്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് അത്ര പോസിറ്റീവ് ഫീലിംഗ് അല്ല ഉള്ളത്. അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങൾ വളരെ ഹാപ്പിയാണ്, എല്ലാം തികഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ളത് ഒരു ഭയമാണ്. ഇത് എനിക്ക് എത്ര കാലം ഉണ്ടാവും, എനിക്കിതെപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ, നഷ്ടപ്പെടാൻ ഞാൻ എന്ത് ചെയ്യും, അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരു 3 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കുറച്ചുകൂടെ കാര്യങ്ങൾ റിവീലായിട്ട് വരുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ അറിയാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് ഫൈനാൻഷ്യലായിട്ട് കുറച്ച് ബെറ്റർമെൻറ്റ് ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ കുടുംബത്തിൽ നിന്നോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് പൈസ തരുന്നതോ, ഒരു ലോട്ടറി അടിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്കുണ്ടായ ഈ ഇഷ്ടത്തിനെക്കുറിച്ച്, ഈ താല്പര്യത്തെക്കുറിച്ച് ഇതുവരെ അറിയാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന സമയം കൂടിയാണ് വരുന്ന 3 മാസം. സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ മെസ്സേജ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ക്വീൻ ഓഫ് സോർഡ്സും ഡെവിൾ കാർഡുമാണ് വന്നിട്ടുള്ളത്. ഡെവിൾ കാർഡ് ഒരു അഡിക്ഷൻ്റെ കാർഡാണ്, ഡിപ്പെൻഡൻസിയുടെ കാർഡാണ്, ഓവർ ഡിപ്പെൻഡൻസിയുടെ കാർഡാണ്. നിങ്ങൾ എന്തോ ഒരു അഡിക്ഷനിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. ഒരുപക്ഷെ ഇവിടെ നിന്ന് തുടങ്ങിയതായിരിക്കാം, ഈ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് തുടങ്ങിയ അഡിക്ഷൻ ആയിരിക്കാം അത്. അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റിയാണ് വേണ്ടത്. സംബഡി ഹാസ് ടു കമാൻഡ് യു. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങളെ കമാൻഡ് ചെയ്യാൻ തക്ക പ്രാപ്തിയുള്ള ഒരു ഫീമെയിൽ എനർജി എനിക്ക് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ ആണ്. മോസ്റ്റ് പ്രോബബ്ലി അതായിരിക്കാം നിങ്ങളെ ഈ അഡിക്ഷനിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകും. ഒരു പക്ഷേ നിങ്ങളൊരു റിലേഷൻഷിപ്പിലുള്ള ആളാണെങ്കിൽ, നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ പാർട്ട്ണർ പോലും ആവാം ഇത്. ഈ ഫീമെയിൽ എനർജി നിങ്ങളോട് പറയുന്നത് കം ബാക്ക് ഫ്രം ദി അഡിക്ഷൻസ്, യു ഹാവ് ടു കം ബാക്ക് എന്നാണ് ഈ എനർജി നിങ്ങളോട് പറയുന്നത്. ഈ ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി അത്ര ഒരു പോസിറ്റീവ് ഫീൽ അല്ല എനിക്കിവിടെ തരുന്നത്. വരുന്ന ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചില രഹസ്യങ്ങൾ വെളിവാകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പക്ഷേ സുഖകരമായ കാര്യങ്ങളാവണമെന്നില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തിലാണോ അഡിക്റ്റഡ് ആയിരിക്കുന്നത്, അതല്ല എങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും അത്ര അഭികാമ്യമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുടെ പുറകെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ തിരിച്ചു വരിക, മെൻ്റൽ ക്ലാരിറ്റിയിലേക്ക് തിരിച്ചു വരിക. ഈ അഡിക്ഷൻ എന്ന് പറയുന്ന ഈ ഡെവിൾ കാർഡ് എന്ന് പറയുന്നത് ഒരു മേജർ അർക്കാന കാർഡാണ്. അത് വരുമ്പോൾ
നമ്മൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, ഇതൊക്കെ ഓക്കെയാണ്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ തുടങ്ങിയ ചിന്തകൾ മനസ്സിൽ മുന്നിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരൂ എന്നൊരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വില കൊടുക്കണമെന്ന് തോന്നിക്കോളണമെന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ സൈനായിട്ട് എടുക്കുക. അത്ര നല്ലതല്ലാത്ത എന്തെങ്കിലും കൂട്ടുകെട്ടുകളോ അഡിക്ഷനുകളോ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരിക. ഇതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കായി സ്പിരിറ്റ് ഗൈഡ്സ് പറഞ്ഞു തരുന്നത്. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.